ഇന്നൊരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഒരു കപ്പ് റവ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് കാണാൻ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു അര കപ്പ് മൈദയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങയാണ്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു എരിവിന് ചില്ലി ഫ്ലേക്സ് ആണ്, അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എന്നുള്ള രീതിയിൽ, അധികം ലൂസായി പോവരുത്. അപ്പോൾ ഇതാ കറക്റ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളി അപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ഭാഗവും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഒറിഗാനോൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ കോരി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്